സൽമാൻ അതെ ഇപ്പോൾ അതെ യു കെയിലുള്ളതുകൊണ്ടും ഡിപ്പെൻഡന്റ് വിസയിലായതുകൊണ്ടും OET ക്ലിയർ ചെയ്തു. ഇനി സൽമാൻ ആകെയുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് NMC റെഡിയാക്കുക. അതെ അതെ സ്റ്റെപ്സ് സൽമാൻ തുടങ്ങാൻ പോകുന്നു എന്തായാലും ഇല്ലേ. അതെ അതെ പിന്നെ ഇൻഷാ അള്ളാ. CBT ഓസ്കി ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഉം. നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ റെഡിയാക്കി തീർക്കാന്നുള്ളൂ. മാക്സിമം കൂടി ഇപ്പോൾ ഒരു 2-3 മാസത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങളെല്ലാം റെഡിയാക്കാം. ആൻഡ് ഇൻഷാ സൽമാൻ അള്ളാ. ഹോപ്പ്ഫുള്ളി നമുക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ട് ആ പിൻ നമ്പറും കൂടെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ റെഡിയാണ് എന്തായാലും. അതെ 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 ഇപ്പോൾ സൽമാന്റെ ഇനിയുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ NMCയുടെ കാര്യങ്ങളാണ്. അപ്പൊ സൽമാൻ പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. ഒന്നാമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വീഡിയോസും സാറിന്റെ വീഡിയോസും ഒക്കെ കണ്ടു. എനിക്ക് ആ NMC ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി. എനിക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ആ ഞാൻ പൊതുവെ ഇങ്ങനത്തെ പ്രോസസ്സും കാര്യങ്ങളൊന്നും സ്വന്തമായിട്ട് ചെയ്യാറില്ല. ഒരാളെ ആ ഏൽപ്പിക്കാറാണ്. ആ പിന്നെ ഇത് ഫ്രോഡ് വരരുത് എന്നുള്ള ഒരു ജെനുവിൻ ആവണം എന്നുള്ള ഒരൊറ്റ റീസൺ ഉള്ളൂ. അതായത് അതെ ചിലപ്പോൾ നമുക്ക് ആ പ്രോസസ്സിനേക്കാൾ ഒരു 2000-3000 ഒക്കെ കുറച്ച് പൈസ അവർ വാങ്ങിക്കുമായിരിക്കും സർവീസ് ചാർജ് ആയിട്ട്. അറിയാം അതൊരു ജെനുവിൻ അതെ അല്ലെങ്കിൽ കൂടെ. അതെ പക്ഷെ അവർ ജെനുവിൻ ആയിട്ട് നമുക്ക് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. ഇപ്പൊ അതെ ഞാൻ ചെയ്ത് കോൺടാക്ട് ചെയ്തായിരുന്നു. ആഹാ എനിക്ക് വിസ ഒക്കെ ശരിയാക്കി തന്നൊരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് അവർ പറഞ്ഞത് 2500 ആണ് ഉം. എക്സ്ട്രാ ഒരു സർവീസ് ആയി വാങ്ങിക്കുന്നത്. ആ അപ്പൊ അവർ ആ ചെക്ക് ലിസ്റ്റ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ അപ്പൊ ഞാൻ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് വിചാരിക്കുന്നത്. ആ അപ്പൊ ഇനി കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വേണ്ട കാര്യം എന്നുള്ളതാണ്. ഇപ്പം സൽമാൻ ഇപ്പൊ ഞാൻ ഈ ഒരു ടോപ്പിക് ഇപ്പൊ സൽമാൻ ചോദിക്കാൻ കാര്യം ഇപ്പൊ സൽമാനെ പോലെ എഴുതി കഴിഞ്ഞിട്ട് ആൾക്കാർ ഇപ്പൊ ഒരുപാട് പേരുണ്ട് റിസൾട്ട് വന്ന ആൾക്കാരും. അപ്പൊ അവരുടെ ഓക്കെ എല്ലാവരുടെയും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ക്വയറി എന്ന് പറയുന്നത് NMC രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഏജൻസിനെ പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാം. ഏജൻസികൾ ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഇപ്പം അതെ സൽമാൻ അതെ അവരൊരു ചെക്ക് ലിസ്റ്റ് അയച്ചു തന്നു. അപ്പൊ നമുക്ക് അതെ മെയിൻ ആയിട്ട് NMCക്ക് അത് 2 സ്റ്റേജ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജും. ആ ഫസ്റ്റ് സ്റ്റേജിൽ സൽമാൻ ആകെ അടയ്ക്കേണ്ടി വരുന്നത് 140 പൗണ്ടാണ് ഫസ്റ്റ് സ്റ്റേജിനകത്ത്. അതെ അപ്പൊ ഈ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്, നമുക്ക് CBT OET പോലെ ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതെ NMC നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയണം. ഫസ്റ്റ് സ്റ്റേജ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ 140 പൗണ്ട് അടക്കം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് തന്നെ ആദ്യത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഇപ്പൊ പറഞ്ഞ പോലെ സൽമാൻ പറഞ്ഞത് നമുക്ക് സമയമില്ല, നമുക്കത് റിസ്ക് ആണ്, കാര്യം നാട്ടിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ഉറപ്പായിട്ട് ഒരു ഏജൻസിനെ സമീപിക്കാം. അവർ ഈ 140 പൗണ്ട് നമ്മൾ ആ ഒരു ചാർജും കൂടെ അവരാണ് അടയ്ക്കുന്നതെങ്കിൽ ആ ഒരു ചാർജും കൂടെ നമ്മുടെ ഇടയിൽ നിന്ന് ഈടാക്കും എന്തായാലും. പിന്നെ അവർ അതെ ഉറപ്പായിട്ടും ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു തരുന്നതിന് 5000-നുള്ളിൽ അവർ ചാർജ് ചെയ്ത് സർവീസ് ചാർജ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ബിക്കോസ് നമ്മുടെ കുഴപ്പമില്ല. സമയമില്ലായ്മ കൊണ്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്തായാലും. അതെ അതിനപ്പുറം ഒരു 5000 അപ്പുറം പോകുന്നത്, അല്ലെങ്കിൽ പോട്ടെ ഒരു 10,000-നുള്ളിൽ ഒരു ഒരു പിടിച്ച് പോട്ടെ എന്തായാലും. ഓക്കെ, അതിനപ്പുറം പോകുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഉടായ്പായിരിക്കും, അല്ലെങ്കിൽ ഫ്രോഡ്. തീർച്ചയായിട്ടും അതെ 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 അതെ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ എടുത്ത് പറയുന്നത്. കാര്യം അത്രയും രൂപ അതിനകത്ത് ഞാൻ ചെക്ക് ലിസ്റ്റ് അടക്കം അവർ അയച്ചു കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സൽമാൻ പറഞ്ഞല്ലോ, ആ വീഡിയോ കണ്ടപ്പോൾ സൽമാൻ മനസ്സിലായത് മേ ബി. അപ്പൊ ആ അതെ ചെക്ക് ലിസ്റ്റ് ഇപ്പോൾ സൽമാന് കിട്ടി. അവർ പറഞ്ഞ പോലെ 2500 രൂപയാണെങ്കിലും 5000-നകത്താണെങ്കിലും ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഫോർവേഡ് ചെയ്തോ. പക്ഷേ ഉള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവർ ചെയ്തു തരുന്നതിനോ ബാക്കി കാര്യത്തിനോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്കും അതിന്റെ അതോറിറ്റി വേണം, മനസ്സിലായോ? അതെ അതായത് അതിന്റെ യെസ്. ലോഗിൻ ID എന്താണ്, പാസ്വേഡ് ഞാൻ എന്താണെന്നുള്ള അതെ അതെ കാര്യങ്ങളെല്ലാം അതെല്ലാം ചോദിച്ചായിരുന്നു സാർ കാര്യങ്ങളൊക്കെ. ഞാൻ ആ സാറിന്റെ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ അത് അവരോട് ആദ്യം എടുത്ത് ചോദിച്ചു. എനിക്ക് ആ യൂസർ നെയിം പാസ്വേഡും കിട്ടുമല്ലേ? കാരണം ഇങ്ങനെ ആ ഫോണും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ അവർ ആ ഓക്കെയാണ്, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല, നമ്മൾ ആ തരും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് മാത്രം ഫോർവേഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഈ ഒരു 140-യുടെ കാര്യമുള്ളൂ. പിന്നെ വരുന്ന വെച്ചാൽ നേരെ ഇതിനകത്ത് വരുന്നത് നമ്മൾ മെയിൻ ആയിട്ട് സൽമാൻ ഇപ്പോൾ വർക്ക് ചെയ്ത് ഇപ്പൊ നാട്ടിലാണ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ കേരളയിലാണ് സൽമാന്റെ രജിസ്ട്രേഷൻ ഉള്ളത്. അത് KNMC ആണ്. ഓക്കെ, അപ്പൊ അവിടുന്ന് നമ്മുടെ തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഓക്കെ, അതെ അപ്പൊ ഇവർ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് പോലെ, അല്ലെങ്കിൽ KNMC സൽമാൻ അവിടെ രജിസ്റ്റേർഡ് ആണെന്നുള്ള കാര്യം കൺഫേം ആയിട്ട് NMCക്ക് മെയിൽ അയക്കണം. ഓക്കെ, അതെ അപ്പൊ NMC ഒരു ലിങ്ക് KNMCക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനെ ഒരാൾ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്, ഈ ആള് ഈ KNMCയിൽ നിങ്ങളുടെ രജിസ്റ്ററിൽ വാലിഡ് ആയിട്ട് എൻട്രി ആയിട്ടുള്ള ഒരാളാണോ എന്ന് ചോദിക്കും. അപ്പൊ അതെ അതിന് ആ ലിങ്കിന് അവർ റിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ സൽമാന്റെ കംപ്ലീറ്റ് ആവുക. മനസ്സിലായോ? യെസ്. ഇതിന്റെ ആദ്യത്തെ വെരിഫിക്കേഷൻ ആണ് നമ്മൾ 140 പൗണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ ആയിട്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? ഇത് ഓക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് സൽമാൻ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, NMC ലൈക്ക് നമുക്ക് ഇൻവിറ്റേഷൻ അയക്കും, ടെസ്റ്റ് ഓഫ് കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയക്കും. ഈ സംഭവം ഇപ്പൊ സൽമാന്റെ വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി, CBTയും ഓസ്കിയും ഇനി സൽമാൻ എഴുതാം. ആ കിട്ടിയ ഇമെയിലിന്റെ ഡേറ്റ് തൊട്ട് വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ സൽമാൻ OETയോ CBTയോ ഓസ്കിയോ ക്ലിയർ ചെയ്തിരിക്കണം. യെസ്. അതെ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ടെസ്റ്റ് ഓഫ് മനസ്സിലായി. കോമ്പറ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ വരും. അതിനുശേഷം പിയേഴ്സൺ വ്യൂവിന്റെ ഇമെയിൽ വരും. ഒന്നൊരു യൂസർ നെയിം ഇതാണ് സൽമാൻ CBT ബുക്ക് ചെയ്യാനെന്ന് പറഞ്ഞിട്ട്, ഒന്നൊരു പാസ്വേഡ് ഇതാണെന്ന് പറഞ്ഞിട്ട് വേറൊരു ടെമ്പററി പാസ്വേഡ് ഇമെയിൽ വരും. അത് ഓക്കെ വെച്ച് നമുക്ക് സുഖമായിട്ട് ഒരു പിയേഴ്സൺ വ്യൂവിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ടേ CBT എക്സാം ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്. അതെ
ഓക്കെ, CBT എക്സാം ഈസിയാണ്. ലൈക്ക് സൽമാന്റെ അടുത്ത് തന്നെ നിയർ ബൈ ഒരുപാട് സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. സൽമാൻ ഒറ്റയ്ക്ക് പഠിക്കാൻ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ ഓക്കെ ലൈക്ക് എന്ത് വേണമെങ്കിലും നെക്സ്റ്റ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ അതിനുശേഷമാണ് നമ്മുടെ ഒരു ട്രാക്ക് ഫ്ലോ വരും. നമുക്ക് അതിനകത്ത് മൊത്തത്തിൽ ഒരു പാത്ത് വേ പോലെ കാണിക്കും സൽമാന്റെ NMCയുടെ അക്കൗണ്ടിൽ. അതെ. സൽമാൻ വെരിഫിക്കേഷൻ എന്തായി, CBT എന്തായി, ഓസ്കി എന്തായി, ഓരോന്ന് കഴിയുമ്പോഴും അതിനകത്ത് ടിക്ക് വീഴും, ഗ്രീൻ ടിക്ക്. മനസ്സിലായോ? ഗ്രീൻ ടീ. അങ്ങനെ അതെ അതെ. അതും കഴിഞ്ഞ് ഓസ്കിയും കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലോട്ട്, നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലോട്ട് നമുക്ക് പോവാ വേണമെങ്കിൽ. ഓക്കെ, അതിനിടയിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ. ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ പോലീസ് ക്ലിയറൻസ്. സൽമാൻ ഇപ്പൊ ഇവിടെ ഇത്രയും നാളായതുകൊണ്ട് DBS വേണ്ടി വരും. ഓക്കെ, ഇവിടുത്തെ ഡിസ്ക്ലോഷർ. അതിലേക്ക് ഒരു സംശയമുണ്ട് സാറ്. ആ, DBS, അതായത് നമ്മൾ ഒരു നാട്ടില് 12 മന്ത്സ് അങ്ങനെ ഞാൻ കണ്ടു. 12 മന്ത്സിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പോലീസ് ക്ലിയറൻസ് വേണം എന്നുള്ള രീതിയിൽ. അതെ. അപ്പൊ അതായത് ഞാൻ അവിടെ നമ്മള് വിസിറ്റിംഗ് വിസയിലൊന്നും അല്ല, ലൈക്ക് കൂടുതൽ നാൾ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വേണം. അതെ. ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ വന്നിട്ട് 6 മന്ത്സ് ആവുന്നേ ഉള്ളൂ ഹാർഡ്ലി. അപ്പോ DBSന്റെ ആവശ്യം വേണം വരുന്നുണ്ടോ? വേണം. ഇവിടെ 3 മാസത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ DBS എടുക്കണം എന്ന് തന്നെയാണ് പറയണേ നോർമലി. ആ, പിന്നെ ഞാൻ DBS എന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ ഓരോ ജോബിനനുസരിച്ചും പോകുമ്പോൾ നമുക്ക് ജോബ് മാറുമ്പോൾ നമുക്ക് ആ, DBS ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ഒരു എന്റെ കയ്യിൽ ഇപ്പൊ കുഴപ്പമില്ല. മൂന്ന് DBS ഇരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്ന സമയത്ത് 3 പാർട്ട് ടൈം ജോബ് കയറിയിട്ടുണ്ട്. ആഹാ. പിന്നെ ചേഞ്ച് ആയാണ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത്. അപ്പൊ എന്റെ കയ്യിൽ ആ, ഇപ്പൊ 3 DBS ഉണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി. അതെ, ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പൊ കമ്മ്യൂണിറ്റിയിലാണ് സൽമാൻ വർക്ക് ചെയ്യണമെങ്കിൽ അവിടത്തേക്ക് എടുത്തിട്ടുള്ള DBS മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. വേറെ ഓക്കെ ഒന്നിന്റെ ഓക്കെ ആവശ്യമില്ല. ഏറ്റവും റീസെന്റ് ഏതാണോ അപ്പൊ അവർ നോർമലി എനിക്ക് തോന്നുന്നു 3 to 6 months വരെ വാലിഡ് ആണ്. ഓക്കെ, അത് അവർ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് അപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും പറയും ഒരു പുതിയ DBS കളക്ട് ചെയ്യാനായിട്ട് പറയും. നോർമലി ഇവിടെ ഉണ്ട്, അത് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നും വരത്തില്ല എന്തായാലും. പിന്നെ നാട്ടിൽ നിന്നുള്ള PCC, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും, അതുണ്ട്. ഓക്കെ അത് സൽമാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ഇവിടെ വന്ന സമയത്തും നാട്ടിലുള്ളത് എക്സ്പയർഡ് ആയിട്ടില്ല, ആ ഒരു ടൈം പീരീഡ് വരെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് മോർ ദാൻ ഇനഫ് ആണ്. അല്ലാതെ ഇനി പുതിയത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. പിന്നെ വരുന്ന ഒരു GPയുടെ ഒരു ഇത് വരുന്നുണ്ടല്ലോ അല്ലേ? ആ, GPയുടെ നമ്മൾ ഇപ്പൊ സൽമാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം കമ്മ്യൂണിറ്റിയിലാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടുത്തെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സൽമാൻ ഇവിടെ തന്നെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആരെങ്കിലും പരിചയമുള്ളവരെന്നല്ല, സൽമാൻ എക്സാമിൻ ചെയ്തിട്ടുണ്ട് ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ട്, അവർ ഓൾറെഡി GMCയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലോ, അല്ലെങ്കിൽ സൽമാൻ GPയിൽ പോകുന്ന ക്ലിനിക്കിനുണ്ടെങ്കിലോ, സുഖമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞാലോ അല്ലെങ്കിൽ റിസപ്ഷനിൽ പറഞ്ഞാലോ മതി. GPയുടെ കുറച്ച് സമയം പിടിക്കും, കുറച്ചൊന്ന് പുറകെ നടക്കേണ്ടി വരും ഇവിടെ. കാര്യം അവർക്കത് ലൈക്ക് പുതിയൊരു കാര്യമാണ്. മനസ്സിലായോ? ഓക്കെ, ഓക്കെ ചിലപ്പോൾ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്കിപ്പോൾ പരിചയമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അവർക്ക് ഏകദേശം ഒരു മാസത്തോളം അതിന്റെ പുറകെ നടക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ആകെ നാട്ടിൽ നിന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ അത്? നാട്ടിൽ നിന്ന് പറ്റും, പക്ഷെ സൽമാൻ ഓൾറെഡി ഇവിടെ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രിഫറബിൾ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കണം. കാര്യം ഇതിനിടയിൽ സൽമാൻ നാട്ടിൽ പോയിട്ടുണ്ടോ, കാര്യം ഇപ്പോഴത്തെ ഹെൽത്ത് സിസ്റ്റം ആണല്ലോ, കണ്ടീഷൻ അല്ലേ നമുക്ക് അറിയണ്ടേ എന്തായാലും. മനസ്സിലായോ? അതെ അപ്പൊ അതെ അതെ അതെ. ഇത്രയും നാൾക്കും ഇപ്പൊ ഒരു 6 മാസം മുന്നേ അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ ഉള്ള സൽമാന്റെ സിറ്റുവേഷൻ മെഡിക്കൽ പ്രാക്ടീസ് നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇൻ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വീണ്ടും അതിന്റെ പുറകെ നടക്കേണ്ടി വരും. അപ്പൊ യെസ്. നമ്മളിപ്പോ അതെ അതെ. കറന്റ് എവിടെയാണ് ഉള്ളത്, GPയുടെ അടുത്ത് നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സൽമാൻ ചെയ്യേണ്ടത് ലൈക്ക് എന്താ, പ്രോപ്പർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്നുള്ള ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് മേടിക്കാം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും കാണുന്ന GP ആണ്. അതിന് മുന്നേ തന്നെ അവരുടെ അടുത്ത് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയി ഈ കാര്യങ്ങൾ പറയുക, റിസപ്ഷനിലാണെങ്കിലും. മനസ്സിലായോ? ഇങ്ങനെ ഒരു ഓക്കെ NMC ഇമെയിൽ വരും, എന്റെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് അവരത് അപ്രൂവ് ചെയ്യും എന്തായാലും. ഓക്കെ. അപ്പൊ അവർക്ക് അതിനൊരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഒരു ഫോർമാറ്റ് കൊടുക്കേണ്ടതുണ്ടല്ലോ. അതായത് ഫോർമാറ്റ് ഇങ്ങനെയാണ്. കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ആകെയുള്ള സംഭവം വെച്ചാൽ ഇപ്പൊ GPയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ, ഒന്ന് അവിടുത്തെ തിരക്ക് കാരണം ഇത് വലിയൊരു തിരക്കല്ല എന്നുള്ള രീതിയിൽ അവർ മാറ്റി വെക്കും ഇതിനെ. അതെ അതെ. മനസ്സിലായോ? ഇപ്പൊ എല്ലായിടത്തും തിരക്കാണ്, പേഷ്യൻസിനെ അവർക്ക് കാണാനുണ്ട്, അതിനിടയിൽ ഈ ഒരു വെരിഫിക്കേഷൻ വലിയൊരു സംഭവമല്ല എന്നുള്ള രീതിയിൽ അപ്പം സൽമാന് പറയേണ്ട മെയിൻ തിങ് വെച്ചാൽ, ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു നേഴ്സ് ആണെന്നുള്ള കാര്യം സൽമാൻ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അവിടെ. മനസ്സിലായോ? ഓക്കെ അപ്പൊ അവിടുത്തെ റിസപ്ഷനിലോ അവിടുത്തെ GPനോ ആരാന്ന് വെച്ചാൽ പറയുക. ഓക്കെ, സൽമാൻ ആരുടെ ഡീറ്റെയിൽ ആണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോക്കി വെക്കുക. മനസ്സിലായോ? എന്നിട്ട് ഓക്കെ അവരുടെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഞാനൊരു നേഴ്സാണ്, ലൈക്ക് ഞാൻ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ എന്റെ ഫൈനൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ UK നിന്നിട്ട് ഒരു വെരിഫിക്കേഷൻ വരും. എന്റെ ഹെൽത്ത് കണ്ടീഷൻ അറിഞ്ഞ് ഞാൻ ഹെൽത്ത് ഫിറ്റ് ആണോ സ്റ്റേബിൾ ആണോ വർക്ക് ചെയ്യാനായിട്ട്, അത് ഇവിടെ നിന്ന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്കി എന്റെ ജോബിലോട്ട് കയറാൻ പറ്റൂ, രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്ന് ക്ലിയർ ആയിട്ട് പറയണം അവരുടെ അടുത്ത്. മനസ്സിലായോ? അതൊരു കോൾ വെരിഫിക്കേഷൻ ആണോ? അതൊരു ഓൺ അല്ല ഫിസിക്കൽ അല്ല, പേപ്പർ ഉണ്ടോ? ഇമെയിൽ ആയിരിക്കും, ഇമെയിൽ ആയിരിക്കും, ഇമെയിൽ ആയിരിക്കും, വേറെ ഒന്നുമല്ല. നമുക്ക് അവര് ഉം, GPയുടെ കയ്യിൽ നിന്ന് നമുക്കൊരു പേപ്പർ ആയിട്ട് ഇല്ല ഇല്ല, വാങ്ങേണ്ട അങ്ങനൊന്നുമല്ല, ആവശ്യം. അങ്ങനൊന്നുമല്ല സൽമാൻ, അങ്ങനൊന്നുമല്ല. ഇത് സൽമാൻ GPയുടെ ഡീറ്റെയിൽസ് NMCയുടെ വെരിഫിക്കേഷനകത്ത് കൊടുത്തു കഴിയുമ്പോൾ, ഓക്കെ, ഇപ്പൊ GPയുടെ ആണ് കൊടുക്കുന്നെങ്കിൽ കൊടുത്തു കഴിയുമ്പോൾ അവർ ആ കൺസേൺഡ് GPയിലേക്ക് ഇമെയിൽ അയക്കും, ഒരു ലിങ്ക് അയച്ചു കൊടുക്കും.
ആ ലിങ്ക് അവർ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് കുറച്ച് ടിക്ക് ബോക്സസോ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ കാണും ആ ജി പിക്ക്. ഒരു വിത്തിൻ ലെസ് ദാൻ മിനിറ്റിനുള്ളിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അവർക്ക്. മനസ്സിലായോ? ഓക്കെ സൽമാന്റെ ഡേറ്റ ഓൾറെഡി അവിടെ ഉണ്ടല്ലോ, വേറെ ഒന്നുമില്ല അതിനകത്ത് പ്രത്യേകിച്ച്. ഓക്കെ അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 hours തന്നെ മെഡിക്കൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയെന്നുള്ള കാര്യം സൽമാന്റെ NMC പോർട്ടലിനകത്ത് റിഫ്ലക്റ്റ് ആവും. ഓക്കെ യാ ഇത്രയാണ് അല്ലാതെ വേറെ പേപ്പറോ ഒന്നും നമ്മൾ മേടിക്കാനോ എടുക്കാനോ ഒന്നുമില്ല കേട്ടോ, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ എല്ലാം ക്ലിയർ ആണ് ക്ലിയർ ആണ്. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, അല്ലാത്ത പിന്നെ വേറെ അതിനകത്ത് NMCയുടെ അതിനകത്ത് വേറെ ബുദ്ധിമുട്ട് വരുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഉള്ളത് മെയിനായിട്ട് നമ്മൾ റെഫറൻസസ് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജോബിലോട്ട് പോകുമ്പോഴേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് വേറെ നമ്മുടെ എംപ്ലോയ്മെന്റോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. NMC അതൊന്നും ചോദിക്കില്ല. ആകെ നിങ്ങളുടെ രജിസ്ട്രേഷൻ എവിടെയാണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഇപ്പൊ രജിസ്ട്രേഷന് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും, അല്ലാതെ വേറെ ഒന്നും തന്നെ അതിനകത്ത് വരുന്നില്ല എന്തായാലും. ഓക്കെ. ഓക്കെ എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നമുക്ക് ആ, എക്സ്പീരിയൻസ് റെഫറൻസ് ആയിട്ട് അവർ എന്താണ് ചോദിക്കുന്നത്? ഒരു ലെറ്റർ വേണമെന്നാണോ അതോ ജസ്റ്റ് സ്റ്റിൽ വർക്കിംഗ് കാണിക്കാനാണോ, എങ്ങനെയാണ് അത് ചോദിക്കുന്നത്? അങ്ങനൊന്നും വേണ്ട. ഇപ്പൊ സൽമാൻ ഇവിടെ UK ഉള്ളതുകൊണ്ട് സൽമാൻ എന്തായാലും ബാക്ക് ഹോം വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ് ലെറ്റർ ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചേക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ മെയിൻ ആയിട്ട് അവിടെ ആരാണോ നഴ്സിംഗ് സൂപ്രണ്ട് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ നഴ്സിംഗ് ഡയറക്ടർ ആരാണോ നിങ്ങൾക്ക് റെഫറൻസ് കൊടുക്കാൻ പറ്റുന്ന അവരുടെ പ്രോപ്പർ ഇമെയിൽ വേണം. പ്രോപ്പർ ഇമെയിൽ യാ പ്രോപ്പർ ഇമെയിൽ വേണം. ഓക്കെ. അപ്പോൾ സൽമാൻ ആരുടെ റെഫറൻസ് ആണോ കൊടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ സൽമാൻ ഇപ്പോൾ ഒരു ജോബ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ, ഇപ്പോൾ പ്രീവിയസ് ജോബ് ഞാൻ നാട്ടിലാണ് വർക്ക് ചെയ്തെന്നുള്ള രീതിയിൽ സൽമാൻ കൊടുക്കണം. ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എക്സാമ്പിൾ കൊടുത്തു എന്ന് വെച്ചോ, അപ്പോൾ അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ട് സൽമാൻ ഉണ്ടായിരുന്ന സമയത്ത് വർക്ക് ചെയ്തിരുന്ന ആളോ അല്ലെങ്കിൽ ഇപ്പോൾ കറന്റ് ഉള്ള ഒരാളോ. ഓക്കെ. അപ്പോൾ അവരുടെ അടുത്ത് സൽമാൻ ഇത് കൊടുക്കുന്നതിന് മുന്നേ പറയണം, ഞാൻ ഇങ്ങനെ ഒരു ഇമെയിൽ കൊടുക്കാനായിട്ട് പോവുകയാണ്, നിങ്ങൾക്ക് ഓക്കെ ആണോ, ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ നിങ്ങൾ അപ്രൂവ് കൊടുക്കണം എന്നുള്ള രീതിയിൽ അവരുടെ കൺസെന്റ് മേടിച്ചതിന് ശേഷം അവരുടെ ഇമെയിൽ കൊടുക്കുക. ഓക്കെ അപ്പൊ അവർക്ക് ആണ് ഈ എംപ്ലോയർ NMC അല്ല അയക്കുന്നത്. സൽമാൻ എവിടെയാണോ ജോബിന് അപ്ലൈ ചെയ്യുന്നത് ആ എംപ്ലോയർ ആണ് സൽമാന്റെ റഫറയ്ക്ക് ഇമെയിൽ അയക്കുന്നത്. മനസ്സിലായി യാ ഓക്കെ, ഇങ്ങനെ ഒരാൾ ഇവിടെ വർക്ക് ചെയ്തിരുന്നോ, ഇയാൾ തന്നിരിക്കുന്ന ഡേറ്റ പ്രകാരം ഇത്ര നാൾ തൊട്ട് ഇത്ര നാൾ വരെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് ശരിയാണോ, ഓക്കെ ആളെങ്ങനെയാണ്, കോഡ് ആൻഡ് കണ്ടക്റ്റിന്റെ ആളൊക്കെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ, ബിഹേവിയർ ഒക്കെ ഓക്കെ ആണ്. അപ്പോൾ അവരതിന് തിരിച്ച് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് മെയിൽ അയച്ചു കഴിഞ്ഞാലാണ് അവിടുത്തെ ആ റെഫറൻസ് കംപ്ലീറ്റ് ആവുക. പക്ഷേ സൽമാൻ ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ റെഫറൻസ് ആയിരിക്കും സൽമാൻ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക എന്തായാലും. മറ്റതും ഉണ്ട്, പക്ഷേ ഇവിടെ ആരാണോ നിങ്ങളുടെ ലൈൻ മാനേജർ ആരാണോ മാനേജർ ആരാണോ വെച്ചാൽ അവരുടെ റെഫറൻസ് കറക്റ്റ് കീപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ മനസ്സിലായി. ഇവിടുത്തെ റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മോർ ദാൻ ഇനഫ് ആണ് സൽമാൻ, നമുക്ക് കൂടുതലൊന്നും വേണ്ട. മിനിമം ഒരാൾ നമ്മുടെ എക്സ്പീരിയൻസ് റെഫറൻസ് കൊടുക്കാനും പിന്നെ നമ്മുടെ കണ്ടക്ട് നമ്മുടെ ക്യാരക്ടർ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ കണ്ടക്ട് എങ്ങനെയുണ്ടെന്ന് കൊടുക്കാനായിട്ട് ഒരാൾ, ആകെ 2 3 പേര് മതി, വേറെ കൂടുതലൊന്നും വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ഇനി എന്തെങ്കിലും ഉണ്ടോ സൽമാൻ അറിയാനുള്ള ഏതെങ്കിലും ടോപ്പിക്സോ പോയിന്റുകളോ എന്തെങ്കിലും? ഇല്ല ഇല്ല ഡൗട്ട് എല്ലാം ക്ലിയർ ആണ്. ഡൗട്ട് എല്ലാം ക്ലിയർ ആണ്. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം അതിന്റെ കൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കാൻഡിഡേറ്റ് പാസ്സായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം വിട്ട് കളയുന്ന പരിപാടിയല്ല. സൽമാൻ എന്തുണ്ടെങ്കിലും ചോദിക്കാം, അപ്രോച്ച് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ബാക്കി തീർച്ചയായും കാര്യങ്ങൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് കൊണ്ടുപോകാം എന്തായാലും. ഓക്കെ, തീർച്ചയായും. ഓക്കെ താങ്ക് യു സാർ, താങ്ക് യു താങ്ക് യു സോ MNC. മച്ച്. കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, ഓക്കെ ബൈ.